ഹലോ ഫ്രണ്ട്സ്, അരുണിയും മനുവിൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾക്ക് ഏവരും സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ വേണ്ടി ഒരു കൂടി ഓർമ്മിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് കിടക്കാം. അങ്ങനെ നമ്മുടെ മനുവിനെ ഫോൺ വിളിക്കുവാണ്. സ്റ്റാലിൻ്റെ വീട്ടിൽ ചെന്നിട്ട് മനുവേട്ട ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ ഞാനിവിടെ വരുന്നതിന് മുമ്പ് ഞാൻ ഇങ്ങോട്ടാണ് വരുന്നതെന്ന് ചേട്ടൻ അറിയാമായിരുന്നോ? എന്തുകൊണ്ടാണ് ചേട്ടൻ എന്നോട് പറയാണ്ടിരുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കറിയാമായിരുന്നു. അതായത് സ്റ്റാൻലി അല്ല, നമ്മുടെ ബാലചന്ദ്രൻ അങ്കിള് ഗംഗാധരൻ അങ്കിളിനെ പോയി കണ്ടപ്പോഴത്തേക്ക് ഇന്ന കാര്യത്തിനകം പോയി കാണുന്നെന്ന് പറഞ്ഞായിരുന്നു. ഇന്ന പോലെ എന്ന് പറഞ്ഞാൽ സ്റ്റാൻലി ജോസഫ് എന്ന് പറഞ്ഞാൽ നിൻ്റെ അച്ഛൻ്റെ വീട്ടിലേക്ക് തന്നെയാണ് അപ്പോൾ കൊണ്ടുവിടുന്നത്, അല്ലെങ്കിൽ അങ്ങോട്ട് തന്നെ ആ വീടിൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ചോദിച്ചു വന്നെന്ന് എനിക്ക് മനസ്സിലായിരുന്നു. അത് ഗംഗാധരങ്ങൾ മുഖേന ഞാൻ അറിഞ്ഞായിരുന്നു. പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നൊക്കെ എടുത്ത് പറയാണ്. അപ്പം എങ്ങനെയുണ്ട് അലീന, അവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ചേട്ടാ ഇവിടെ വന്നതിന് ശേഷം, കാരണം ഞാൻ എങ്ങനെ എന്ത് ചെയ്യണം എനിക്കറിയത്തില്ല. ഒരു പുതിയ വീട്ടിലേക്ക് കടന്നു വരുമ്പോഴത്തേക്ക് അവിടുത്തെ ഒരു പട്ടാളച്ചിട്ട പോലെയുള്ളൊരു പ്രവർത്തനവും കാര്യങ്ങളൊക്കെ നടത്തുന്ന ഒരു വലിയൊരു ഒരാൾ, അതാണ് ഇവിടുത്തെ പപ്പ. പിന്നെ കുറേ ഭൃത്യന്മാർ, കുറേ 3-4 പണിക്കാർ, അവർ ഓരോരുത്തരും ഓരോ അടുക്കള നോക്കാൻ, പറമ്പ് നോക്കാൻ, പിന്നെ ഡ്രൈവർ, അങ്ങനെ ഓരോരുത്തർ രീതിയിൽ നിശ്ചയപ്പെടുത്തി വെച്ചേക്കാണ്. അപ്പോൾ അതിൻ്റെ മധ്യയിൽ ഞാനിപ്പോൾ ഒറ്റയ്ക്കായിട്ട് ഇവിടെ നിൽക്കുകയാണ്. ഇപ്പോൾ എന്ത് ചെയ്യും, എങ്ങനെ ചെയ്യുന്നത്? ഇവിടെ എല്ലാ രീതിയിലുള്ള ആഡംബരമായിട്ടുള്ള എല്ലാ രീതിയിലുള്ള സുഖസൗകര്യങ്ങളും ഉണ്ട്. പക്ഷേ ഒരു മനുഷ്യന് മനസ്സമാധാനമില്ലാത്ത രീതിയിലുള്ളൊരു ജീവിത രീതിയാണ് ഞാനിപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കാരണം ഞാൻ കൂടെ നിൽക്കുന്നവർ എങ്ങനെയുള്ള സ്വഭാവമാണെന്ന് എനിക്കറിയുന്നില്ല, മനസ്സിലാകുന്നില്ല. എനിക്ക് എൻ്റേതായിട്ടുള്ള, കാരണം ഞാൻ അനാഥാശ്രമത്തിൽ വളർന്നത് മറ്റുള്ളവരെ സഹായിക്കാനും മറ്റുള്ളവരുടെ സങ്കടം കണ്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്ക് ഈ ചിട്ടവട്ടങ്ങളൊക്കെ ഫോളോ ചെയ്യാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ എന്താണ്, നിന്നല്ലേ പറ്റുമോ? കാരണം ഞാൻ വേറെ എവിടെയും കിട്ടുന്ന ഒരു സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ വേറെ എവിടെ കിട്ടുന്നതിനെക്കാട്ടും കൂടുതൽ സ്വാതന്ത്ര്യം എനിക്കിവിടെ കിട്ടും. കാരണം ഞാൻ എൻ്റെ അപ്പൻ്റെ വീടല്ല ഇത്, എൻ്റെ പപ്പയുടെ വീടല്ല. പക്ഷേ കാരണം ആൾ പോലും ഒരു വല്ലാത്തൊരു സ്വഭാവമാണ്. പട്ടാളച്ചിട്ട കാര്യങ്ങളൊക്കെയാണ്. അത് കഴിക്കുന്ന ആഹാരം പോലും ടേബിൾ മാനേഴ്സ്, അതായത് എങ്ങനെ കഴിക്കണം എന്ന് പറഞ്ഞു തരുന്ന ഒരു വ്യക്തിയാണ് ഇവിടുത്തെ പപ്പ. ആഹാരം വേസ്റ്റ് ആക്കുന്നതിലോ അല്ലെങ്കിൽ പിന്നെ അത് കഴിക്കുന്നത് രീതിയൊക്കെ ഓരോന്ന് പറഞ്ഞ് നമ്മളെ, അതായത് പറഞ്ഞ് നിർബന്ധിപ്പിച്ച് ഇന്നപോലെ കഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും കുഴപ്പമില്ല, എന്നാലും കുറച്ച് നാൾ നിൽക്കുക. അതായത് അച്ഛൻ വർഷങ്ങൾക്ക് ശേഷം, അതായത് 23 വർഷം നീ അപ്പനില്ലാതെ അമ്മയില്ലാതൊക്കെ വളർന്നു. ഇപ്പം എല്ലാവരെയും നിനക്ക് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ മധ്യം നിനക്ക് കുറച്ചാൾ അവിടെ നിന്ന് കഴിയുമ്പോൾ നിനക്ക് എല്ലാവരെയും മാറ്റാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പം ഞാനാട്ടെ, ഇവിടെ എന്നെ ആട്ടെ, ബബിത, അതുപോലെ ബാലേന്ദ്രൻ, അങ്ങനെ ഓരോരുത്തരെ മാറ്റിയെടുത്ത് നീ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർത്തിട്ടുള്ള ആളാണ് നീ. ഇനിയുള്ള കാര്യങ്ങൾ നോക്കുമ്പോഴത്തേക്ക് എല്ലാം ഓക്കെ ആകും. ഇനി ഒന്നും പേടിക്കേണ്ട, അവിടെ തന്നെ നിന്ന് പിടിച്ച് നിൽക്കാൻ നോക്ക്. നിനക്ക് എന്ത് സഹായം, എന്ത് കാര്യത്തിൽ നിനക്കിപ്പോൾ അവിടെ നിൽക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ഞാൻ ഓൺ ദ സ്പോട്ടിൽ വരുന്നതായിരിക്കും. ഒരു കുഴപ്പമില്ലാതെ നിൻ്റെ കാര്യത്തിൽ ഞാൻ നിന്നെ സഹായിക്കും. കാര്യങ്ങളൊക്കെ ഇന്ന് എടുത്ത് പറയണേ. എന്തായാലും മനുവേട്ടൻ ഞാൻ വിളിച്ചോളാം, കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിൽ പറയാണ്. അപ്പോൾ അത് കഴിഞ്ഞുള്ള കാണിക്കുന്ന സീൻ പറയുമ്പോഴത്തേക്ക് നമ്മുടെ ബബിതയും കൃഷ്ണമോളൊക്കെയാണ്. അപ്പം രോഹിത്ത് ഫോൺ വിളിക്കുകയാണ്, അനിനെ വിളിക്കുന്നുണ്ട്. അനിനെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, ചേച്ചി എവിടെയാണ് ചേച്ചി പോയിട്ടൊരു കാര്യം വിളിച്ചു പറയുന്നില്ലോ, എന്താ ചേച്ചി അവിടുത്തെ കാര്യങ്ങളൊക്കെ, എന്താ, ആരൊക്കെ ഉണ്ട്, എന്താ അവിടുത്തെ സിറ്റുവേഷൻ, എന്തിനാ ഇവിടുന്ന് പോയത്? ഞങ്ങൾക്ക് ചേച്ചീനെ വേണമായിരുന്നു. ഞങ്ങളുടെ അമ്മയെപ്പോലും ഞങ്ങൾ വേണ്ടാന്ന് വെക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അമ്മയുടെ അത്രമാത്രം സ്വഭാവം. പക്ഷേ ചേച്ചീനെ വേണമെന്ന് വെക്കുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ചേച്ചി ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരാളല്ലേ. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ചേച്ചി എന്താ പോയതെന്നൊക്കെ ചോദിക്കുമ്പോൾ പറയാം, എനിക്കിവിടെ വന്നേ പറ്റൂ. കാരണം ഇവിടെ കുഴപ്പമില്ല. കാരണം ഞാനിവിടെ, പക്ഷേ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എന്നാലും ഞാൻ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കും. ഇവിടെ കുഴപ്പമൊന്നുമില്ല. അപ്പം കൃഷ്ണമോളും ബബിത ഓടി വരുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ അനിൽ ചേച്ചി എന്ന് സംസാരിക്കണം, എനിക്ക് സംസാരിക്കണം എന്നുള്ള രീതിയിൽ പെട്ടെന്ന് പറയാണ്. ചോദിക്കുന്നത് എന്താ കാര്യങ്ങൾ ചോദിക്കുക, ചേച്ചി അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറയാം ചേച്ചി എന്ന് പറയുമ്പോഴത്തേക്ക്, ഇവിടെ വിശേഷം എന്ന് പറഞ്ഞാൽ മോളെ, ഇവിടെ ഒരു മുതലാളിയുണ്ട്. മുതലാളിയുടെ കീഴിൽ കുറേ പണിക്കാരുണ്ട്. വലിയ വീടാണ്. എനിക്കും നല്ല രീതിയിലുള്ള പട്ടുമത്തെയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു റൂമൊക്കെയാണ് തന്നേക്കുന്നത്. അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. പക്ഷേ
പുതിയതായിട്ട് ആൾക്കാരുടെ മധ്യേ എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് എനിക്കറിയത്തില്ല. ഓരോരുത്തരുടെ സ്വഭാവമൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി വരുന്നേ ഉള്ളൂ എന്ന് പറയുമ്പോഴത്തേക്ക്, ചേച്ചി എന്തിനാ അവിടെ നിൽക്കുന്നേ? കൃഷ്ണമോള് പറയുക, എന്ത് ചേച്ചി അവിടെ നിൽക്കുന്നത്? ചേച്ചി ഇവിടെ വാ, ഞങ്ങൾക്ക് ചേച്ചി ഇല്ലാതെ പറ്റുന്നില്ല. ഞാൻ അമ്മ വന്നിട്ട് അമ്മയുടെ പണി നോക്കിയോളൂ, അമ്മ ഇവിടെ നിന്നോട്ടെ, പക്ഷേ ചേച്ചി ഞങ്ങളുടെ കൂടെ വാ, ഞങ്ങളുടെ കൂടെ നിൽക്കി, ചേച്ചി ഇവിടെ അവിടെ നിൽക്കേണ്ട, പോര്, അവിടെ ബുദ്ധിമുട്ടാണെങ്കിൽ അവിടെ നിൽക്കേണ്ട. അച്ഛൻ എന്ത് പരിപാടിയാണ് കാണിച്ചത്? അപ്പം ബബിതമോളൊക്കെ ചോദിക്കുന്നത്, അച്ഛൻ എന്ത് പരിപാടി കാണിച്ച് ഇത്രയും വലിയ, അതായത് ആണുങ്ങൾ മാത്രം താമസിക്കുന്ന ഒരു വീട്ടിലേക്ക് ചേച്ചിനെ പറഞ്ഞയക്കുന്നതിൻ്റെ കാര്യം എന്തിനാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കുഴപ്പമില്ല മോളെ, നിങ്ങളവിടെ നിൽക്കുക, എനിക്ക് എന്താണെങ്കിലും എന്നും അവിടെ നിന്നിട്ട് കാര്യമില്ല. കുറച്ചാൾ ഇപ്പം ഞാൻ അവിടുത്തെ ഒരു ജോലിക്കാരിയാണ്, അപ്പം ജോലിക്കാരി പോലെയാണ് ഞങ്ങളവിടെ നോക്കിയത് എന്ന് ചോദിക്കുമ്പോൾ പറയും, അതെല്ലാം ശരിയാണ്, നിങ്ങൾ ചേച്ചിയായിട്ട് എന്നെ കണ്ടത്. അപ്പം പറയാം, ചേച്ചിക്ക് അവിടെ നിൽക്കാൻ പറ്റത്തില്ല, പോര് എന്ന് പറയാം. അല്ല മോളെ, ശരിക്കും പറയുമ്പോഴത്തേക്ക് ഞാൻ അവിടെ നിന്ന് കഴിഞ്ഞാൽ ഞാൻ അവിടെ വന്നതിന് ശേഷമാണ് അവിടുത്തെ മേഡമായിട്ട് പിണങ്ങിപ്പോയി, ആക്സിഡൻ്റ് ഉണ്ടായി, പിന്നെ നിങ്ങളുമായിട്ട് പിരിയേണ്ടി വന്ന്, അച്ഛനുമായിട്ടാണ് പിരിയേണ്ടി വന്ന്, അപ്പം എല്ലാം കൊണ്ടും ഞാൻ കാരണം കണ്ടുള്ള വിഷയങ്ങളൊക്കെയാണ് അവിടെ ഉണ്ടായിരിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്കും, അതൊന്നും കുഴപ്പമൊന്നുമില്ല ചേച്ചി, ചേച്ചി അവിടെ നിൽക്കേണ്ട കാര്യമില്ല, ചേച്ചി തിരിച്ചു പോര്, ഞങ്ങളുടെ കൂടെ നിന്നാൽ മതി, ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഇവിടെയാണ് എല്ലാം തകിടം മറിഞ്ഞിരിക്കുവാണ്, എല്ലാത്ത രീതിയിലും. കാരണം ഈ വീടില്ലാത്ത, ചേച്ചി ഇല്ലാത്തൊരു വീടില്ലാത്ത രീതിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെയും ചേച്ചി അതിനുള്ള വഴി ഒരുക്കിത്താ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും പറയാം, നിങ്ങൾ ഞാൻ ഇടയ്ക്ക് വരാം, കാരണം ഇവിടുന്ന് എനിക്ക് അങ്ങോട്ട് വരാനുള്ള അനുവാദമൊക്കെ തന്നിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒരു കാര്യം കേൾക്ക്, ദയവ് ചെയ്ത് നിങ്ങൾ താന്നിരിക്കരുത്. അല്ലാതെ എല്ലാം കൊണ്ടും നല്ല രീതിയിൽ അത് പഠിക്കാൻ പോകുന്നതായിട്ട് വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്യട്ടെ, എല്ലാവരും അച്ഛനെ സഹായിക്കണം. അച്ഛൻ ജോലി കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് വിഷമിക്കുന്ന രീതിയിലൊന്നും ചെയ്യരുത്, നിങ്ങൾ അച്ഛനെ സഹായിച്ച് അവിടെ കൂടെ നിൽക്കണം എന്നുള്ള ഇതൊക്കെ പറയുവാണ്. അപ്പോൾ ശരി ചേച്ചി എന്നൊക്കെ പറയുന്നത്, എന്താണെങ്കിലും വിളിക്കണം ചേച്ചി എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കസ് എന്ന് പറഞ്ഞാൽ ബാലേന്ദ്രൻ കയറി വരുമ്പോഴത്തേക്ക്, അതിപ്പോൾ നാളത്തെ കഴിഞ്ഞിട്ടൊക്കെ കാണാം. ബാലേന്ദ്രൻ കയറി വരുമ്പോഴത്തേക്ക് പിള്ളേരെല്ലാം ചോദ്യം ചെയ്യുന്നുണ്ട്, അത് ബബിത, കൃഷ്ണമോള്, രോഹിതെല്ലാം ചോദ്യം ചെയ്യുന്നുണ്ട്, എന്താ അച്ഛൻ കാണിച്ചത്? അച്ഛൻ എന്തിനാ അലിന ചേച്ചിനെ അവിടെ കൊണ്ട് വിട്ടത്? എന്തിനാ? കാരണം ചേച്ചി ഇപ്പം കുറേ ആണുങ്ങളുടെ മധ്യേ മാത്രം താമസിക്കുന്ന ഒരു വീട്ടിലാണല്ലോ താമസിക്കുന്നത്, എന്തിനാ അവിടെ കൊണ്ടുവിട്ടത്? ഞങ്ങളുടെ കൂടെ നിൽക്കത്തില്ലായിരുന്നോ? ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ലാതെ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുമല്ലായിരുന്നോ? അല്ലെ ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം ചേച്ചി നോക്കിക്കൊണ്ടിരിക്കുമല്ലോ, എന്തിനാ അവിടെ കൊണ്ടുവിട്ടെന്ന് പറയുമ്പോഴത്തേക്കും, അത് അവളെ കൊണ്ടുവിടണം, കാരണം ഇവിടെ തന്നെ നിന്നിട്ട് യാതൊരു കാര്യമില്ലെന്നല്ല, ഇവിടെ തന്നെ അവളൊരു ജോലിക്കാരിയല്ലേ, അവളൊരു ജോലിക്കാരിയായിട്ട് ഇവിടെ കടന്നു വന്നു. അവളിപ്പോൾ ജോലി ചെയ്യുന്നവർ, അത് അങ്ങനെയല്ല, വീട്ടു ജോലി ചെയ്യുന്നവർ ഓരോരുത്തർ മാറി സ്ഥലങ്ങളിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ഇവിടുന്ന് പോയി. അപ്പോൾ അവൾക്കും അവളുടെ രീതിയിൽ അവൾക്കും മെച്ചമുണ്ടാണ്. ഇവിടെ നിന്ന് കഴിയുമ്പോഴത്തേക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലല്ലേ, അവളെ കൊണ്ടുള്ള ബുദ്ധിമുട്ട് എല്ലാവർക്കും ഉണ്ടാവുമല്ലേ. അതുകൊണ്ട് അങ്ങനെയല്ല എല്ലാവരും നിഗമനം. അപ്പം ഇവിടെ നിൽക്കുന്നതിനേക്കാളും സേഫ് അവിടെ ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇപ്പം കൂടുതൽ കാര്യങ്ങളൊന്നും അറിയണ്ട, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ വഴിയെ പറഞ്ഞുതരാം. അപ്പം നിങ്ങളുടെ നാട്ടിലുള്ള ജോലി കാര്യങ്ങളും പഠനം കാര്യങ്ങളെല്ലാം ആയിട്ട് പൊക്കോ എന്ന് പറഞ്ഞ് വെക്കുന്നുണ്ട് നമ്മുടെ ബാലചന്ദ്രന്. പിന്നെ ഇനി അടുത്ത സീൻ കാണിക്കുന്നത് നമ്മുടെ നമ്മുടെ വൈജയന്തി വന്ന് ചൂടാവുന്നുണ്ട് എല്ലാവരോടും, പിള്ളേരോടും. നിങ്ങൾക്ക് അവളില്ലാതെ പറ്റത്തില്ലേ, അതാണോ ഇതാണെന്നൊക്കെ ചോദിച്ചു കടന്ന് ബഹളം ഉണ്ടാക്കുന്നത്. അതൊക്കെ അടുത്ത ദിവസം കാണാം, കാത്തിരുന്ന് തന്നെ കാണാം. ഇന്നത്തെ ഈ വിശേഷങ്ങളിൽ നിന്ന് ഇവിടെ പറയുന്നു. നിങ്ങൾ ഓരോരുത്തരെ സപ്പോർട്ട് ചെയ്യിച്ചുകൊണ്ട് വീഡിയോ കാണുകയും അതുപോലെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ട് കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ പറയുന്നു. സൈനിങ് ഓഫ്. താങ്ക് യു.